ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇത് നല്ലൊരു സ്രാവ് കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നത്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള സ്രാവും ഇരുമ്പിയൻ പുളിയില്ലേ, അത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ പുളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അതിലേക്കായിട്ട് ഞാൻ ഒരു കഷ്ണം കണ്ടോ, നല്ല എല്ലില്ലാത്ത ഇറച്ചി മാത്രമുള്ള നല്ലൊരു സ്രാവ് കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. രണ്ടും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് കാണിച്ചു തന്നതാണ്. കണ്ടോ, ഇപ്പം പറിച്ച് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ മരത്തിൻ്റെ മുകളിൽ നിന്ന്. കണ്ടോ, ഒരുപാട് മൂത്തിട്ടില്ല, ഇതൊക്കെ ചെറുതാണ്. എനിക്ക് ഇപ്പോൾ ഈ പുളിയുടെ ഒരു സീസൺ അല്ല, അതുകൊണ്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഈ കറിക്ക് ഇത്രയും മതിയാവും. പിന്നെ ഇതിലേക്ക് വേണ്ട വേറെ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയാണ് എടുത്തത്. പുളി നല്ല പുളിയാണ്, അതുകൊണ്ട് നമുക്ക് തക്കാളി ഒരുപാട് ആവശ്യമില്ല. പിന്നെ ഇതൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കിതൊന്ന് കണ്ടോ വൃത്തിയാക്കിയിട്ടെടുക്കാം. ഞാൻ ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ ചീത്തതൊക്കെ മാറ്റി നല്ല കഴുകി നല്ല ഫ്രഷായി എടുത്തിട്ടുണ്ട്. കണ്ടോ, സ്രാവ് ഞാൻ ഇത്ര കഷ്ണം ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. കണ്ടോ, ഇതിനൊരു ബ്ലാക്ക് ഇതിൻ്റെ ഒരു പുറന്തോലി ഉണ്ട്. ഇതൊക്കെ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പുളി നമുക്ക് ആവശ്യമില്ല. ഈ ഒരു കഷ്ണത്തിന് ഇത്രയ്ക്കും ഇരുമ്പിപ്പുളി മതിയാകും. കണ്ടോ, നല്ല കഷ്ണമാണ്, നല്ല എല്ലില്ലാത്ത. നിങ്ങൾക്ക് അളവനുസരിച്ച് കൂട്ടിയെടുക്കാം. പക്ഷെ ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ടേസ്റ്റ് ആവും. അപ്പോൾ ഇതിന് പാകത്തിന് വേണം എടുക്കാൻ. ഇപ്പോൾ ഞാൻ തക്കാളിയൊക്കെ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. തക്കാളി കണ്ടോ, ഇത്രയും ഒരു കനത്തിലാണ് അരിഞ്ഞെടുത്തത്. സ്ലിമ്മാക്കി സ്ലൈസിൽ അരിയേണ്ട, ഇച്ചിരി കട്ടിയിലാണ് കറിയിലേക്ക് ആയതുകൊണ്ട്. പിന്നെ മസാല ആയിട്ട് നമുക്ക് മുളകും മഞ്ഞളും കുറച്ച് ഉപ്പും മാത്രം മതി. മല്ലിയും വേറെ സാധനങ്ങളൊന്നും, ജീരകം അതൊന്നും ഇടുന്നില്ല. ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ കറിക്ക്. അപ്പോൾ ഇത്രയ്ക്കും മുളകും മഞ്ഞളും ഉപ്പും മാത്രം മതിയാകും. സ്രാവിൽ തന്നെ കുറച്ചൊരു ഉപ്പുള്ള പുളിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഉപ്പൊക്കെ ശ്രദ്ധിച്ച് വേണം അതിലേക്ക് ഇടാൻ. കണ്ടോ, ഇതിപ്പോൾ നേരത്തെ കാണിച്ചത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, അരിഞ്ഞെടുത്തപ്പോൾ ഇത്രയ്ക്കും ഉണ്ട്. ഇനി നമുക്ക് സ്രാവ് ഒന്ന് നോക്കാം. കണ്ടോ, സ്രാവ് നന്നായി കഴുകി. കണ്ടോ, ആ പുറന്തോലൊക്കെ ഞാൻ ചെത്തി മാറ്റിയിട്ടുണ്ട്. കണ്ടോ, എന്നിട്ടും ആ ബ്ലാക്ക് കളർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് കറിയിലിടേണ്ട ആവശ്യമില്ല. ചിലവരൊക്കെ അതുപോലെ ചേർക്കും, പക്ഷെ ഞാനത് ഒഴിവാക്കാറുണ്ട്. കണ്ടോ, ഒക്കെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇത്രയ്ക്കുണ്ട്. ഇത്ര ഒരു കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കണ്ടോ, എല്ലില്ലാത്ത നല്ല സ്രാവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഒരു കനത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല വേവൊന്നും ഇല്ലാത്തൊരു, ചിക്കൻ്റെ അത്ര വേവൊന്നും ഇല്ലാത്തൊരു സാധനമാണിത്. അതുകൊണ്ട് ഇച്ചിരി കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. കണ്ടോ, പുളിയും ഇവിടെ കട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ് ഈ കറിക്ക്. ഇപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കറി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി നേരത്തെ കാണിച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വഴറ്റിയിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്, ഇങ്ങനെ നേരിട്ട് തന്നെ നമുക്ക് അടുപ്പിൽ വെക്കുകയാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ ഒന്ന് തക്കാളി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒരുപാട് തക്കാളി ചേർക്കരുത്, നന്നായിട്ട് പുളിയാവും. അപ്പോൾ ഒരു തക്കാളിയൊക്കെ മതിയാകും. കുറച്ച് പച്ചമുളക്, നേരത്തെ കാണിച്ച് വെച്ച പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഒരുപാട് പച്ചമുളകും ആവശ്യമില്ല, ഒരു 2-3 പച്ചമുളക് മതിയാകും. കണ്ടോ, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് അതും ചേർത്ത് ഒന്ന് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കണ്ടോ, ഇത്രയ്ക്ക് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. പിന്നീടൊന്നും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന് പാകത്തിനുള്ള വെള്ളം ആദ്യമേ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇത്ര വെള്ളം മതിയാവും. ഈ ഒരു പാത്രത്തിനാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കി, ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, മീൻ ചേർക്കുന്നതിൻ്റെ കൂടെ ചേർത്താൽ മതി. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്നൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല സ്ലോയിലല്ല, നല്ലൊരു മീഡിയം സൈസിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം. അപ്പോൾ ഇനി മുളക് എന്തായി നോക്കാം. കണ്ടോ, ഒരു തള വന്നിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് വെന്ത് പോയത്, ഒരൊറ്റ തള ഒന്ന് ചൂടായാൽ മതി.
അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സ്രാവൊന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, പുളിയും സ്രാവും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒരുപാട് വേവില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ മുളകിൻ്റെ കൂടെ വേവിക്കാം, പക്ഷേ ഇത് തിളച്ച് വരുമ്പോൾ ഒന്ന് ആ ചൂടിലൊന്ന് വേഗമാവും. ഇനി നമുക്കിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, പാക വെള്ളമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുറച്ച് ഉപ്പ് മതി. ഈ സ്രാവ് എന്ന് പറഞ്ഞാൽ ഉണക്ക സ്രാവാണ്, അതിലൊരു ഉപ്പുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. കണ്ടോ, അപ്പോഴേക്ക് ഞാൻ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്ര തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ കറിയിലേക്ക് തരിതരിയായിട്ടൊന്നുമല്ല, നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് കറി എന്തായി നോക്കാം. കണ്ടോ, ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ കണ്ടോ, വെന്തിട്ടില്ല, കുറച്ചുകൂടി വേവാനുണ്ട്. പുളിയൊക്കെ ഒരിത്തിരി വേവായിട്ടേ ഉള്ളൂ, മീനൊക്കെ പക്ഷെ കുറച്ചുകൂടി വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഇനി ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഞാൻ തേങ്ങ കണ്ടോ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മീൻ തുറന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ ഒരുപാട് ഫുള്ളായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വന്നത്, പക്ഷേ ഇപ്പോൾ വെന്ത് ഉടഞ്ഞിട്ടൊന്നുമില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളമൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് തേങ്ങ ഒന്ന് ആഡ് ചെയ്യാം. കണ്ടോ, തേങ്ങയുടെ കൂടെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. ഞാൻ ആദ്യമേ വേണ്ട വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ടൈറ്റായിട്ടുള്ളൊരു കറിയല്ല, നമ്മളൊരു നല്ല തിക്കിലോ നല്ല ലൂസായിട്ടോ അല്ല, അങ്ങനെ ആ പരുവത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടോ, ജാറിലുള്ളത് ഞാൻ വെള്ളം ഒഴിക്കാതെ സ്പൂൺ കൊണ്ട് അങ്ങോട്ട് ഇട്ടതാണ്. ഒരിക്കലും കൂടുതൽ വെള്ളം ചേർക്കരുത്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നാലും ഫുള്ളായിട്ട് ഇത് ഇവിടെ തന്നെ നിന്ന് നോക്കണം കറി, അല്ലെങ്കിൽ പതഞ്ഞ് പൊങ്ങി ടേസ്റ്റ് ആകെ മാറും. കണ്ടോ, ചൂടായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മൂടി വെച്ചൊക്കെ നമ്മൾ ദൂരെ പോയിട്ടുണ്ടെങ്കിൽ ഇത് പതഞ്ഞ് പൊങ്ങി എല്ലാ ടേസ്റ്റും മാറും. അപ്പോൾ ഒരുപാട് വേവണ്ട, തേങ്ങ ഇട്ടാൽ ഒന്ന് തിള വന്നാൽ മതി. കണ്ടോ, അപ്പോൾ മൂടി വെക്കുകയോ അരുത്. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ മൂടിൻ്റെ മുകളിലേക്കൊക്കെ അത് പതഞ്ഞ് പൊങ്ങും. സൈഡായിട്ട് വേണം മൂടി വെക്കാൻ. കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഒരു 30 സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ. കണ്ടോ, അപ്പം തന്നെ തിള വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങയുടെ ആ ടേസ്റ്റ് പോകും. നന്നായി വേവരുത്, ഒറ്റൊരു തിള വന്നാൽ മതി. കണ്ടോ, പതഞ്ഞ് പൊങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. കണ്ടോ, ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറും. തേങ്ങയൊക്കെ പതച്ച് പൊങ്ങും. അപ്പോൾ ഇത് കണ്ടോ, നന്നായി തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൂടി വെക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ തുറന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ നന്നായി റെഡിയായി വന്ന് തിളച്ച് പൊങ്ങിയിട്ടൊന്നുമില്ല, ഒരു പരുവത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വറവ് ചെയ്യാം. കണ്ടോ, എൻ്റെ ഒരുപാട് കറിവേപ്പിലില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലാണ് ഇടുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലാണ്. അടിപൊളി കറിയാണ്, നല്ലൊരു മണം വരുന്നുണ്ട്. കണ്ടോ, ഞാൻ വറവിട്ടത് അത്രേ കറിവേപ്പിലേ ഉള്ളൂ. ഇതന്നെ നല്ല ടേസ്റ്റാണ്, വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഇവിടെ സ്രാവ് ഇരുമ്പിയൻ പുളി കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല രുചിയാണിത്, ആ പുളിയുടെയും ആ സ്രാവിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല രുചിയായിരുന്നു, ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് മൂടി വയ്ക്കാം. എനിക്കൊരു ബൗൾ എടുക്കണം, ബൗൾ എടുത്തിട്ടില്ല. ഞാൻ ബൗൾ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബൗളിലേക്ക് ഇനി മാറ്റാം. കണ്ട, ആ പുളി ഒന്നും ഉടഞ്ഞു പോകും, ഒന്നും ചെയ്തിട്ടില്ല. സ്രാവൊക്കെ ഇങ്ങനെ അതേ ഫ്രഷിൽ അതേ രീതിയിൽ ടൈപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല രുചിയാണ്. വല്ലപ്പോഴൊക്കെ ഞാൻ അധികവും വീട്ടിൽ സ്രാവ് കിട്ടുമ്പോഴൊക്കെ ഫ്രൈ ചെയ്യുന്നതോടൊപ്പം ഇങ്ങനത്തെ കറി ഉണ്ടാക്കാറുണ്ട്. കണ്ടോ, നമുക്ക് ആ പാക പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടില്ല, എങ്കിലും ഒരുപാട് തിക്കല്ല. ഇതൊരു കറി തിക്കിൽ നമുക്ക് സ്രാവ് കറി കൂട്ടാൻ കഴിയില്ല. നല്ല തിക്കായ എന്തൊരു പോലെയാണ്. നമുക്ക് നല്ല പാകൊരു
ലൂസിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ധ്യാൻ ദേവ് എന്നുള്ള ചാനലാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്. എല്ലാവരും കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയാണ്. അപ്പോൾ ഞാനത് കുമ്പളങ്ങ മോരുകറി എല്ലാ കറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണക്ക